തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ മറ്റ് ചിട്ടവട്ടങ്ങളും ഇനി സംഭവിക്കാൻ പോകുന്നതും ട്രെൻഡും എന്താണ്, ഇത് സംബന്ധിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി മന്ത്രി MP രാജേഷ് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. എങ്ങനെ പോകുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് എന്താണ്, എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇടതുപക്ഷത്തിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്ന് ഈ നീണ്ട 2 മാസത്തെ പ്രചരണത്തിന്റെ ഒടുവിൽ നിൽക്കുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും. അനേകം തെരഞ്ഞെടുപ്പുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പല തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ വ്യക്തിപരമായി സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വലിയ തരംഗം ഇന്ന് പ്രകടമാണ്. 2004 സമാനമാണ് സ്ഥിതി. ഇപ്പോൾ 2004 വാജ്പേയി ഗവൺമെന്റിനെ എങ്ങനെയും താഴെ ഇറക്കണമെന്ന ജനങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ അന്ന് 20ൽ 19 സീറ്റും ഇടതുപക്ഷം ജയിച്ചത്. ലീഗിന്റെ പൊന്നാപുരം കോട്ട എന്ന് കരുതിയ മഞ്ചേരി ഉൾപ്പെടെ 19 സീറ്റും അന്ന് LDF പിടിക്കുകയുണ്ടായി. അന്ന് ഇടതുപക്ഷത്തിന് അംഗബലം വർദ്ധിച്ചപ്പോഴാണ് എല്ലാ പ്രവചനങ്ങളെയും അപ്രസക്തമാക്കി അസ്ഥാനത്താക്കി വാജ്പേയി ഗവൺമെന്റിനെ പുറത്തു നിർത്തി 1ാം UPA ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇടതുപക്ഷത്തിന് അത്രയും അംഗബലമെന്നില്ലെങ്കിൽ 1ാം UPA ഗവൺമെന്റ് ഇല്ല. സമാനമാണ് ദേശീയ സാഹചര്യത്തിലെ സ്ഥിതി. അതുപോലെ തന്നെ കേരളത്തിലും അന്നത്തേത് പോലെ ഈ മോദി ഗവൺമെന്റിനെ പുറത്താക്കി ഒരു ബദൽ മതേതര ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന്റെ മുഴുവൻ ആളുകൾ പോകണം എന്നൊരു മനോഭാവം വളർന്നു വന്നിട്ടുണ്ട്. കോൺഗ്രസിനോട് ഒരു വിശ്വാസക്കുറവ് വളരെ പ്രകടമാണ്. അത് സ്വാഭാവികവുമാണ്. കാരണം ഏറ്റവും ഒടുവിൽ ഇന്നലെ സൂറത്തിൽ നിന്ന് വന്ന വാർത്ത, കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടി BJPയുമായി ഒത്തുകളിച്ച് നോമിനേഷൻ തള്ളാൻ സ്വയം സാഹചര്യമൊരുക്കി BJP എതിരില്ലാതെ ജയിച്ചു, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി BJPയിൽ പോയി എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത. അപ്പോൾ കോൺഗ്രസിനെ വിശ്വസിക്കാനാവില്ല എന്ന് ഉമർ ഫൈസി മുക്കം പറഞ്ഞതുപോലെ ഇടതുപക്ഷമാണ് സംഘപരിവാറുമായി ഫാസിസ്റ്റ് ശക്തികളുമായി സന്ധി ചെയ്യാത്തത് എന്ന വിശ്വാസം ആണ് എല്ലായിടത്തും പ്രകടമാകുന്നത്. പ്രധാനമായും നമ്മളിപ്പോൾ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളാണ് തൃശ്ശൂർ, അതുപോലെ തന്നെ വടകര, തിരുവനന്തപുരമൊക്കെ. ഇവിടെ ഇപ്പോൾ വടകരയിൽ ഒരു നേരിയ മുൻതൂക്കം ഷാഫിക്ക് എന്നുള്ള രീതിയിൽ ചർച്ചകൾ സജീവമാണ്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും അവരവകാശപ്പെടുന്നു അങ്ങനെ തന്നെയാണ്. തൃശ്ശൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. എങ്ങനെയാണ് ഈ മണ്ഡലങ്ങളെ വിലയിരുത്തുന്നത്? അല്ല, നിങ്ങൾ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ മാധ്യമങ്ങൾ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ദയനീയമായിട്ട് പൊളിയുകയും ചെയ്യും. ഒരു ലജ്ജയുമില്ലാതെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇത് ആവർത്തിക്കും. ഇടതുപക്ഷ വിരുദ്ധ നെറേറ്റീവ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാധ്യമ പ്രവചനം അനുസരിച്ചാണെങ്കിൽ ഞാനിപ്പോൾ മന്ത്രിയായിരിക്കില്ലല്ലോ. ഞാനുണ്ടാവില്ല, റിയാസ് ഉണ്ടാവില്ല, രാജീവ് ഉണ്ടാവില്ല, MM മണി ഉണ്ടാവില്ല, ശൈലജ ടീച്ചർ ഉണ്ടാവില്ല. ശൈലജ ടീച്ചർ തോൽക്കും എന്ന് പറഞ്ഞ മാധ്യമങ്ങളാണ് കേരളത്തിലെ 64,000 വോട്ടിനാണ് വിജയിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനങ്ങളുണ്ടാവും. മാധ്യമങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല പ്രയോജനം ഉണ്ടാവും. പരസ്യം ധാരാളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നടക്കട്ടെ. അതിനുള്ള മറുപടി ജനം ഈ 20ൽ 20 തവണ ജയിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരിന്റെയും വടകരയുടെയും കാര്യത്തിൽ പ്രത്യേകം ചോദിക്കേണ്ട കാര്യമേ വരുന്നില്ല. ഞാൻ പറഞ്ഞത് കേരളത്തിലെ മാധ്യമങ്ങളുടെ വിശ്വാസ്യത കൂടി തുറന്നു കാണിക്കപ്പെടുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത്. പക്ഷെ നിങ്ങളതുകൊണ്ട് എന്തെങ്കിലും പാഠം പഠിക്കുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങളിത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങൾക്ക് വിശ്വാസ്യതയിൽ ഇപ്പോ ഒരു വിലയും നിങ്ങൾ കൽപ്പിക്കുന്നില്ല. വിശ്വാസ്യത ആർക്ക് വേണം? അതിനേക്കാൾ വലിയ പ്രയോജനം അപ്പുറത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇങ്ങനെയൊക്കെ എഴുതുന്നതുകൊണ്ട്. അതുപോലെ തന്നെ ഈ PV അൻവറിന്റെ ഒരു പ്രസ്താവന രാഹുൽ ഗാന്ധിക്കെതിരെ വന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പൊതുപ്രവർത്തകൻ അതല്ലെങ്കിൽ ഒരു MLA ആയിരിക്കുന്ന ആളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നവരുമുണ്ട്. അതിലും മാധ്യമങ്ങളുടെ ഇരട്ടത്തപ്പ് കാണാം. ഞാൻ പറയുന്നത് ഇപ്പോൾ ശൈലജ ടീച്ചർക്കെതിരായിട്ട് വന്ന അധിക്ഷേപങ്ങളുണ്ടല്ലോ, ആ അധിക്ഷേപങ്ങളിൽ UDFനെ സഹായിക്കാൻ, അത് പരമാവധി മറച്ചുവെക്കാൻ ശ്രമിച്ച അതേ മാധ്യമങ്ങൾ തന്നെ ഇപ്പുറത്ത് നിന്ന് ചില തെറ്റായ വാക്കുകൾ വീണ് കിട്ടുമ്പോൾ അതിനെ ആഘോഷിക്കും. ടീച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും മലക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ വീണ്ടും പറഞ്ഞു അസംബന്ധമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മലക്കം മറച്ചില്ല. നിങ്ങൾ കണ്ടതല്ലേ ഷോബിൻ ആരാണ്? യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ കോർഡിനേറ്റർ ഷോബിൻ ആരാണ്? അയാളല്ലേ ഈ പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത ആള്. യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ എത്ര പേര് കസ്റ്റഡിയിലുണ്ട്? നിങ്ങൾ ഇപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിനെതിരായിട്ടാണ്. അതിന്റെ പ്രയോജനം നിങ്ങൾ കൈപ്പറ്റിക്കോളൂ, ഒരു വിരോധമില്ല. എന്തായാലും വരുന്ന
തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ, ദിവസങ്ങൾ മാത്രമാണ്, 2 ദിവസം മാത്രമാണുള്ളത്. പരസ്യമായ പ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ MP രാജേഷ് നിലപാട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് 20 മണ്ഡലങ്ങളിലും വിജയിക്കാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. ഒപ്പം തന്നെ മാധ്യമങ്ങൾ കൃത്യമായ അവരുടെ ഒരു അജണ്ട പ്രയോഗിക്കുകയാണ്. മാധ്യമങ്ങൾ ആദ്യം മുതൽ തന്നെ സ്വീകരിച്ചു വന്ന നിലപാട് ഇങ്ങനെയായിരുന്നു. ഇത്തവണയും മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പുണ്ട്. അതിനെ അദ്ദേഹം കൃത്യമായി തന്നെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ക്യാമറാമാൻ പ്രജിത്തിനൊപ്പം S വിനേഷ് കുമാർ, News 18 പാലക്കാട്.